വണ്ടിയിൽ കയറി പരിശോധിക്കുന്നു MLA. അദ്ദേഹം വണ്ടിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് യാത്രക്കാരുടെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. MLAക്ക് അധികാരമില്ല. ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന KSRTC ബസ്സിനെ തടഞ്ഞു നിർത്താനോ അതിനുള്ളിൽ കയറി പരിശോധന നടത്താനോ അതിന്റെ ട്രിപ്പ് ക്യാൻസൽ ആക്കണമെന്ന് ആവശ്യപ്പെടാനോ ഈ പറയുന്ന നമ്മുടെ വ്യവസ്ഥയിൽ പോലീസിന് പോലും, അതായത് സിവിൽ പോലീസ് ഓഫീസർക്ക് പോലും അധികാരമില്ല. നിർണായക സാഹചര്യങ്ങളിൽ സബ് ഇൻസ്പെക്ടറുടെ മുകളിലേക്കുള്ള SIയുടെ മുകളിലേക്ക് റാങ്കുള്ള ഒരു പോലീസ് ഓഫീസർക്ക് മാത്രമേ ഒരു ബസ് തടഞ്ഞു നിർത്തി അതിനുള്ളിൽ കയറാൻ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് മാത്രമേ സാധിക്കുള്ളൂ. പ്രത്യേക ചട്ടങ്ങൾ പ്രകാരം KSRTCയുടെ പ്രത്യേക ചട്ടങ്ങൾ പ്രകാരം ടിക്കറ്റ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള KSRTC ഉദ്യോഗസ്ഥന്മാർക്കും അത് സാധിക്കും. അതല്ലാതെ ഒരാൾക്ക് സാധിക്കില്ല. എന്ത് അധികാരം വെച്ചുകൊണ്ടാണ് മേയർ ഇവരുടെ കാർ തടഞ്ഞു നിർത്തിയത്? മേയർ കാർ തടഞ്ഞു നിർത്തിയിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി കണ്ടു. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടു. എന്താണ്, KSRTC ബസ് വേഗനാർ കാറിൽ മേയർ ആണെന്ന് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വഴി ഒഴിഞ്ഞു കൊടുത്തില്ല. ഇവർക്ക് സുഗമമായിട്ട് കടന്നു പോകാനുള്ള അവസരം സൃഷ്ടിച്ചില്ല. ഇത് മേയറുടെ ദുരഭിമാനത്തെ വ്രണപ്പെടുത്തി, അവരുടെ ഈഗോയിനെ ഹർട്ട് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇയാളെ റോങ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുകയും കുറെ നേരം ഇയാൾക്ക് വഴി കൊടുക്കാതെ ഇയാളെ വഴിയിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവസാനം ഒരു ഘട്ടം എത്തിയപ്പോ, ഗ്യാപ്പ് കിട്ടിയപ്പോ ഇയാളെ ഇടത്ത് ഭാഗത്തും കൂടെ മുന്നോട്ട് പോയി. ഇയാളെ പാളയത്ത് എത്തിയപ്പോ സാഫല്യ മാർക്കറ്റ് മുമ്പിൽ വെച്ച് മേയറുടെ കാറ് തടഞ്ഞു നിർത്തുന്നു. സീബ്ര ക്രോസിംഗിലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. സീബ്ര ക്രോസിംഗിൽ വണ്ടി നിർത്തിയിട്ടിട്ട് മേയറും MLAയും സഹോദരനും മറ്റൊരാളും, ഈ മേയറും MLA ആണ്, ഞങ്ങൾ ഔദ്യോഗിക കൃത്യം നിർവഹിക്കുന്ന ആളുകളാണ്, ഇയാൾ റാഷ് ഡ്രൈവിംഗ് നടത്തിയത് ചോദ്യം ചെയ്യാൻ പോയതാണ്. ഈ സഹോദരനും ഈ കൂടെയുള്ള മറ്റേ പെൺകുട്ടിയും എന്ത് അധികാരത്തിലാണ് ഇറങ്ങി ചെന്നിട്ട് KSRTC ഡ്രൈവറുടെ കയർത്ത് സംസാരിക്കുന്നു? ഇവരെ ഇറങ്ങി ചെല്ലുമ്പോൾ ഡ്രൈവറുടെ സൈഡിൽ നിൽക്കുന്നു, ഇയാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നു. തന്തയുടെ വകയാണോ റോഡെന്ന് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നഗര പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ്. അത് ആ അധികാരത്തെ സൂചിപ്പിക്കാനുള്ള പ്രയോഗമാണ്. അല്ലാതെ നഗരത്തിലുള്ള ആരുടെയും പിതാവിനെ കയറി പറയാനുള്ള അധികാരമാണെന്നൊന്നും മേയർ ധരിച്ചു കളയരുത്. അങ്ങനെയുള്ള അധികാരമൊന്നും മേയർക്കില്ല. അങ്ങനെ ചെയ്തത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. അങ്ങനെ ഇയാളെ ആക്ഷേപിക്കുന്നു. അതിനുശേഷം ആളുകൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന ആളുകളോട് അത് ഓഫ് ചെയ്യാൻ പറയുന്നു. ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഓഫ് ചെയ്യേ എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. സച്ചിൻ ദേവ് MLA വണ്ടിയിൽ കയറുന്നു. ഈ ഡ്രൈവർ അറസ്റ്റിലായി കഴിഞ്ഞു, ഇയാളെ കൊണ്ടുപോകാൻ പോലീസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരും, നിങ്ങൾ എല്ലാവരും ഇറങ്ങണം എന്ന് പറയുന്നു. ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നതും KSRTC നിയമപ്രകാരം ക്രിമിനൽ ഒഫൻസ് ആണ്. അതായത് ഒരു പ്രീഡെസ്റ്റൈൻഡ് റൂട്ടിൽ എത്തേണ്ട ദൂരത്തിന് മുൻപ് മറ്റാരുടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ കൊണ്ട് റൂട്ട് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ KSRTCക്ക് ഉണ്ടാവുന്ന നഷ്ടം കണക്കാക്കിയിട്ട് ആ നഷ്ടം ഈ ഒബ്സ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള ആളിൽ നിന്ന് പിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. ഇത് തമ്പാനൂർ ഡിപ്പോയിലേക്ക് എത്തേണ്ട ബസ് പാളയത്ത് വെച്ച് തടഞ്ഞപ്പോ അവിടെ ട്രിപ്പ് ക്യാൻസലിംഗ് ഉണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ഇതേ കാര്യം ഒരു സാധാരണക്കാരനാണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതി എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ ഇത്തരത്തിൽ KSRTC ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിച്ചു. കണ്ണൂരിൽ KSRTC ബസ്സിന് സൈഡ് കൊടുക്കാതെ ഒരു ബൈക്കുകാരൻ മുന്നിൽ നിന്ന് പോയത് വീഡിയോ ദൃശ്യങ്ങളൊക്കെ വല്ലാതെ പ്രചരിച്ചതാണ്. ആ വിഷയത്തിൽ MVD അയാൾക്ക് 1 ലക്ഷം രൂപയുടെ ഫൈൻ ഈടാക്കുകയാണ് ചെയ്തത്. അയാളുടെ ലൈസൻസ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരത്തും അതേപോലെ തന്നെ കോഴിക്കോടും സമാനമായി KSRTC ബസ്സുകൾ ഒബ്സ്ട്രക്ട് ചെയ്തു എന്നുള്ള കേസിന്റെ മുകളിൽ RTOയുടെ പേരിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ആളുകളുടെ ലൈസൻസ് സീസ് ചെയ്ത നടപടി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മേയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, വണ്ടി തടഞ്ഞു നിർത്തി എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തിട്ട് ഈ KSRTC തടഞ്ഞു നിർത്തി ഈ റൂട്ട് ഒബ്സ്ട്രക്ട് ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. എന്ത് നടപടിയാണ് മേയറുടെ ഭാഗത്ത് ഉണ്ടായത്? മേയർക്കെതിരെ KSRTC ഡ്രൈവർ ഒരു പരാതി കൊടുക്കുന്നു, KSRTC ഡ്രൈവർക്കെതിരെ മേയർ ഒരു പരാതി കൊടുക്കുന്നു. ഒരു പരാതിയിൽ മാത്രം നടപടി ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് ശ്രീ ശങ്കുറ്റി ദാസ് ഇതൊരു കൗണ്ടർ കേസ് മാത്രമാണ് എന്നാണ്. അങ്ങനെ ഒരു നിയമവ്യവസ്ഥയിൽ പോലീസിന്റേതായ ന്യായീകരണം നൽകിക്കൊണ്ടൊരു കേസ് എടുക്കാതിരിക്കാൻ സാധിക്കുമോ? കൗണ്ടർ കേസ് എന്നൊരു പ്രയോഗം നിയമത്തിലില്ല. ഇത് നമ്മൾ സാങ്കേതികമായിട്ട് സൗകര്യാനുസരണം ഉപയോഗിക്കുന്നതാണ്. നിങ്ങളൊരു കേസ് കൊടുത്തു, അതിന് പകരമായിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെ മദർ കേസ് എന്നും ഒന്നിനെ കൗണ്ടർ കേസ് എന്നും വിളിക്കും. അതൊരു എന്താ പറയാ, ലീഗൽ പാരഫർണേലിയ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം എന്നുള്ള രീതിയിൽ പ്രയോഗിച്ചാൽ മതി. നിയമത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. നിയമത്തിൽ 2 കേസാണ്. ഒരാള് കൊടുത്ത കേസും അയാൾക്കെതിരെയുള്ള കേസും രണ്ടും നിയമത്തിൽ ഒരേ സ്ഥാനമുള്ള, ഒരേ ഗൗരവമുള്ള, ഒരേ മെറിറ്റുള്ള കേസാണ്. ഇവിടെ ഈ പറയുന്ന യദു കൊടുത്തിട്ടുള്ള പരാതിക്ക് പ്രൈമ ഫേസി മെറിറ്റ് ഇല്ല എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതി തള്ളിക്കളയാം. ഇവിടെ പ്രൈമ ഫേസി മെറിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അന്വേഷണം നടത്തണമെങ്കിൽ ആദ്യം ആ ബസ്സിലുണ്ടായിരുന്ന ഈ പറയുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിങ്ങിന് എന്താണ് സംഭവിച്ചത്? ഈ മേയർ പറയുന്ന പരാതി ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി തിരുവനന്തപുരത്തെ 4 ബസ്സുകളിൽ ഇത്തരത്തിൽ DVR സംവിധാനമുണ്ട്, ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് സംവിധാനമുണ്ട്. ഈ ബസ് സംഭവം നടന്നതിന് ശേഷം KSRTCയുടെ കസ്റ്റഡിയിലാണ്. ഈ ഡ്രൈവർക്ക് ഈ പറയുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിങ്ങിന്റെ മെമ്മറി കാർഡ് ഊരി മാറ്റാനുള്ള യാതൊരു സൗകര്യമില്ല. അയാൾക്ക് അത് സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അയാൾ വണ്ടി തിരിച്ചേൽപ്പിച്ചു. ഇയാൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വീഡിയോ റെക്കോർഡിംഗ് നടന്നതായിട്ട് അയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
ബാക്കിയുള്ള 3 വണ്ടികളിലും മെമ്മറി കാർഡുകൾ ഇപ്പോൾ ഉണ്ട്. ഈ വണ്ടിയുടെ മെമ്മറി കാർഡ് മാത്രം എന്താ സംഭവിച്ചത്? അതായത് ആ തെളിവ് പുറത്തു വന്നു കഴിഞ്ഞാൽ മേയർ ഉന്നയിച്ചത് വ്യാജ ആരോപണമാണ് എന്ന് തെളിയുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മേയർക്കെതിരെയുള്ള തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ആ മെമ്മറി കാർഡ് എടുത്ത് മാറ്റി എന്നല്ലേ അത് നമ്മൾ തന്നെയാണ് അതിന്റെ പ്രസക്തമായ ഭാഗവും. അതായത് ശനിയാഴ്ച രാത്രി നടക്കുന്ന സംഭവം ചൊവ്വാഴ്ച മാത്രമാണ് പോലീസ് ഈ ബസ്സിനുള്ളിൽ DVR പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്.